ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ എജുവൺ കേരള എന്ന നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം, മാത്തമാറ്റിക്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലായിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഇനി നമുക്ക് മുമ്പിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങളും അതുപോലെ തന്നെ +1 +2 ഡിഗ്രി തലത്തിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അഡീഷൻ സബ്സ്ട്രാക്ഷൻ അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഒരു അഡീഷനും ഒരു സബ്സ്ട്രാക്ഷനും ഒരു മൾട്ടിപ്ലിക്കേഷനും ഒരു ഡിവിഷനും ഒരുമിച്ച് വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഡൗട്ടുള്ള വിഷയമാണ്. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത്. ബോഡ്മാസ് തിയറി നമ്മൾ അതിനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഈ 50 ഡിവിഷൻ 5 × 4, 50 ഡിവിഷൻ 5 × 4 രണ്ടും ഒരേ ടേമാണ്, ഒരേ കണക്കാണ്, ഒരേ പ്രോബ്ലമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ കിട്ടിയത് 14 ആണ്, ഇവിടെ കിട്ടിയത് 2.5 ആണ്. എങ്ങനെയാണ് ഈ രണ്ട് ഉത്തരങ്ങളും വ്യത്യസ്തമായി വന്നത് എന്ന് ഡൗട്ടില്ലേ? ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഈ 50നെ 5 കൊണ്ട് ഹരിച്ചു, അപ്പൊ നമ്മൾ 10 കിട്ടി. പിന്നെ 4 കൊണ്ട് ആ 10നെ ഗുണിച്ചു, 4 40. ഇവിടെ ചെയ്തതോ ആദ്യം 50നെ 5 കൊണ്ട് ഹരിക്കാതെ ആദ്യം 5 × 4 അത് ഗുണിച്ചു, അപ്പൊ നമുക്ക് 20 കിട്ടി. എന്നിട്ട് ആ 50നെ 20 കൊണ്ട് ഹരിച്ചു, അപ്പൊ നമുക്ക് 2.5 കിട്ടി. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പൊ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടു കഴിയുന്നതോട് കൂടെ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. നോട്ടും പെന്നൊക്കെ എടുത്തിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം അതിനോട് കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സിനിമ കാണുന്ന പോലെ, TV കാണുന്ന പോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഈ വീഡിയോ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ബുക്കും പെന്നും എടുത്തിരിക്കുക. ഓക്കെ, ബോഡ്മാസ് തിയറി എന്നാണ് നമ്മൾ ഈ തിയറിക്ക് പറയുന്ന പേര്. നമുക്കതൊന്ന് ഒന്ന് പിരിച്ചു നോക്കാം. ബോഡ്മാസ് തിയറി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റാണ്. ഓക്കെ, ബ്രാക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ബ്രാക്കറ്റാണ്. പിന്നെ ഓർഡർ നമുക്ക് അത്ര അത്യാവശ്യമില്ല, അതുകൊണ്ട് നമ്മളിത് പറയുന്നില്ല. ഓക്കെ, പിന്നെ ഡിവിഷനാണ്. ഡിവിഷൻ നിങ്ങൾക്ക് അറിയില്ലേ, അതായത് ഹരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം. പിന്നെ അഡീഷൻ എല്ലാവർക്കും അറിയാം. അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളാ കൂട്ടുക എന്നൊക്കെ അഡീഷൻ പ്ലസ്. പിന്നെ സബ്സ്ട്രാക്ഷൻ ആണ്, അതായത് എന്ത് മൈനസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള ബ്രാക്കറ്റ് ഒഴിവാക്കണം. അതിലുള്ള ബ്രാക്കറ്റിലുള്ള പ്രോബ്ലംസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരേ പ്രയോറിറ്റിയാണ്. ഞാൻ ശേഷം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ് കൂട്ടലും കുറയ്ക്കലും. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കൂട്ടാനും കുറയ്ക്കാനും പോയി നമ്മളെ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഈ ബോഡ്മാസ് തിയറി വെച്ചിട്ട് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതാണ് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. അവിടെ നമ്മൾ 4 നമ്മൾ എഴുതുന്നു. പിന്നെ നമ്മൾ ഇതിൽ നോക്കേണ്ടതാണ്, ഫസ്റ്റ് നോക്കേണ്ടത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അതിൽ ആദ്യം ആരാണ് വരുന്നത് അവരാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ്, അവിടെ നിന്നിട്ടല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ആരാ വരുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 15 10 ഇടയിൽ 10 + 15 ഹരിക്കണം 5 3 3 പിന്നെ 3 × 4 മൈനസ് എഴുതാം. പിന്നെ എടുത്ത് എന്ത് ചെയ്യാം, 10 + 3 × 4 എത്ര, 12. 2 × 2 4 എഴുതാം. പിന്നെ എന്ത് ചെയ്യാം, 10 + 12 22 - 4. ഓക്കെ, അപ്പോൾ 22 - 4 എത്ര, 4 × 18. 4 × 2 എത്രയാണ്, 4 × 2 4 72. ഇതാണ് എന്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ.
ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ കണ്ട് ഇത് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇനിയും ഒന്ന് പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി, അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ആണ് തരുന്നുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ ചെയ്യാം. ആൻസേഴ്സ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ അത് പരമാവധി ചെയ്ത് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഞാൻ തരുന്ന ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.